അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഏകദേശം ഒരു ഔട്ട്ലുക്ക് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ചേസ് ബിൽഡ് ചെയ്യണം. അപ്പോൾ ചേസ് നമ്മൾ ചെയ്യുന്നത് PVC തന്നെയാണ് കേട്ടോ. ഇതങ്ങനെ നമ്മുടെ ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 4 പീസ് ഇതുപോലെ PVC ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീല് ഇതുപോലെ കയറ്റിയിടാൻ വേണ്ടിയാണ് കേട്ടോ. ഇതിൽ നിന്നാണ് നമ്മുടെ ചേസിന്റെ 2 വീലിലേക്ക് നമ്മുടെ ആക്സിൽസും കാര്യങ്ങളെല്ലാം പോകുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ സസ്പെൻഷനും കൂടെ ബിൽഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കമ്പിയിലാണ് കേട്ടോ നമ്മുടെ വീൽ 2 മൗണ്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ചേസിന് വേണ്ട പാർട്സ് എല്ലാം നമ്മൾ അങ്ങ് ഫൈനലായിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ നമ്മൾ കമ്പി അതിനിടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ഫേക്ക് ഒഴിച്ചു. അതുപോലെ തന്നെ നമ്മൾ കോൾഡ് വെൽഡിംഗ് പൗഡറും കൂടി ഇതിന് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധനം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിരിക്കും. അതിനുശേഷം നമ്മൾ അതിൻ്റെ കവറിങ് കൂടി ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വീല് കയറ്റിയിടാനുള്ള പാർട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഹോളിലേക്ക് കയറ്റിയിടുവാണ്. ഇതിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുമെന്ന് നമുക്ക് അറിയത്തില്ല. സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ വീലൂടെ കയറ്റിയിടുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചേസിൻ്റെ ബേസിക് സ്ട്രക്ചർ റെഡി ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് എടുത്ത് വെച്ച് നോക്കി. സസ്പെൻഷനൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് അറിയണമായിരുന്നു. സോ കുഴപ്പമില്ല, സംഭവം ഏകദേശം പെർഫെക്റ്റ് ആണ്. അതുപോലെ ഈ വണ്ടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വണ്ടിയുടെ അപ്ഡേറ്റ് അറിയാൻ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് കയറി നോക്കിയേക്കണേ.